PM ശ്രീയിൽ CPI നേതാക്കളുമായുള്ള ചർച്ചകൾക്ക് മുന്നോടിയായി AKG സെന്ററിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണിപ്പോൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ AKG സെന്ററിൽ എത്തിയിട്ടുണ്ടെന്നാണ് വിവരം. മനീഷ് മഹിപാൽ AKG സെന്റർ മുന്നിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. മനീഷ്, ശരിക്കും CPI എങ്ങനെയും അനുനയിപ്പിക്കുക എന്ന സിംഗിൾ പോയിന്റ് അജണ്ടയാണ് ഇപ്പോൾ CPIMന് ഉള്ളത്. അതിൽ എത്രമാത്രം മുന്നോട്ട് പോകാൻ CPIMന് കഴിഞ്ഞിട്ടുണ്ട്? ഗുഡ് മോർണിംഗ് എസ് കെ സൂചിച്ചതുപോലെ എത്രമാത്രം ഈ രീതിയിൽ ഒരു അനുനയ നീക്കം CPIMനെ കൊണ്ട് സാധിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്താണെങ്കിലും ഒരു കാര്യം അത് ഉറപ്പാണ്. കാരണം രണ്ടാം പിണറായി സർക്കാർ നേരിടുന്ന അസാധാരണമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് PM ശ്രീ പദ്ധതി വിവാദം എന്നത് ഒരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞു. ഇത് സംബന്ധിച്ച് CPIM ആദ്യം മുന്നോട്ട് വെച്ച ഉപാധി ഒരു സബ് കമ്മിറ്റി എന്ന രീതിയിലായിരുന്നു. സിലബസിലടക്കം രാഷ്ട്രീയം കൊണ്ടുവരികയില്ല, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുകയില്ല എന്നുള്ള കാര്യം രാഷ്ട്രീയമായി അറിയിച്ചു. പക്ഷെ അതല്ല CPIയുടെ വിഷയം. CPIയുടെ വിഷയം അത് അഭിമാനത്തിന്റെ വിഷയമാണ്. അതിന്റെ രാഷ്ട്രീയം ഉള്ളടക്കം അല്ലെങ്കിൽ ഈ സിലബസുമായി ബന്ധപ്പെട്ടോ കേന്ദ്ര പദ്ധതി കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോഴുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയമല്ല, ആശയാധിഷ്ഠാനത്തിലുപരി ആശയത്തെക്കാൾ ഉപരി അത് അഭിമാന പ്രശ്നമായി CPI കാണുന്നു. അങ്ങനെ മുന്നോട്ട് വെച്ച സബ് കമ്മിറ്റി എന്ന കാര്യം നിലവിൽ അംഗീകരിക്കാൻ അത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയും മുഖ്യമന്ത്രിയും നേരിട്ട് ആ വിഷയം CPI അറിയിച്ചെങ്കിൽ ഇന്നലത്തെ CPI സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം ഇന്ന് ചേരുന്ന ക്യാബിനറ്റിൽ 5 പ്രധാനപ്പെട്ട CPI മന്ത്രിമാർ പങ്കെടുക്കേണ്ടതില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ ചേരുന്ന CPIMന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എങ്ങനെയും ഇന്ന് വൈകിട്ട് 3:30-ക്കാണ് ക്യാബിനറ്റ് യോഗം. ഈ ക്യാബിനറ്റ് യോഗത്തിൽ എങ്ങനെയും ഈ മന്ത്രിമാർ വിട്ടു നിൽക്കാതെ അവരെ പങ്കെടുപ്പിക്കാനുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുക. ഇന്ന് ബിനോയ് വിശ്വവും നിലവിൽ MN സ്മാരകത്തിൽ CPIയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഓഫീസിൽ ബിനോയ് വിശ്വവും ഇന്ന് അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് 3:30-ക്ക് മുൻപ് ഈ വിഷയത്തിന് ഒരു അനുരഞ്ജനം അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ സമവായത്തിലേക്ക് എത്തുക എന്നതാണ് CPIMന്റെ അജണ്ട. പക്ഷേ അത് നടപ്പാക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഇത് സംബന്ധിച്ച് CPI നിലവിൽ മുന്നോട്ട് വെക്കുന്ന ആവശ്യം ഇത് റദ്ദാക്കണം, ഇത് മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കണം. കത്തയച്ചാൽ മാത്രം പോരാ, ആ കത്ത് പ്രസിദ്ധപ്പെടുത്തണം. ആ ആവശ്യം നിലവിൽ CPIM അംഗീകരിക്കാൻ സാധ്യത അതും കുറവാണ്. കാരണം ഇത് പാർട്ടിയും മുഖ്യമന്ത്രിയും നേരിട്ട് നിലപാടെടുത്ത് ഉറപ്പിച്ചൊരു തീരുമാനമാണ് PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുക എന്നത്. ആ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകുക CPIMന്റെ അജണ്ടയിലില്ല. അതുകൊണ്ട് തന്നെ അത് മാറ്റിവെച്ചുകൊണ്ട് എങ്ങനെ CPIയെ ഇതുമായി ബന്ധപ്പെട്ട് കൂടെ കൊണ്ടുപോകുമെന്നുള്ളത് വലിയ ഭാരിച്ച ഉത്തരവാദിത്വമായി CPIMന് മാറിയിട്ടുണ്ട്. ഇനി വരുന്ന നവംബർ 4-ന് ചേരുന്ന CPI എക്സിക്യൂട്ടീവ് യോഗത്തിൽ CPIയുടെ മന്ത്രിമാരെ അടക്കം മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കാനുള്ള ഗുരുതരമായിട്ടുള്ള തീരുമാനത്തിലേക്ക് CPI കടക്കുമോ എന്ന ആശങ്കയും CPIMനുണ്ട്. അതിനു മുൻപേ നവംബർ 1-ാം തീയതി നിയമസഭയുടെ പ്രത്യേക സമ്മേളനമുണ്ട്. നിയമസഭാ സമ്മേളനമൊക്കെ തന്നെ ഇവർ പങ്കെടുക്കുമോ എന്നത് വലിയ ചോദ്യചിഹ്നമായി തുടരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് മുഖ്യമന്ത്രി തന്നെ ഇന്ന് CPIMന്റെ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ എത്തുന്നു. TP രാമകൃഷ്ണനുണ്ട്, പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയുണ്ട്. അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ 17 പേരിൽ ചില അംഗങ്ങൾ ഇവിടെ എത്തി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഇതിന് സമവായത്തിനുള്ള നീക്കം നടത്തുകയാണ്. അത് ലക്ഷ്യം കണ്ടാൽ അത് ഒരു രാഷ്ട്രീയ വിജയമായി തന്നെ മുഖ്യമന്ത്രിക്കും സർക്കാർ മുന്നോട്ട് കാണും. പക്ഷേ ഇങ്ങനെ CPI മാറി നിൽക്കുന്നത് അത് രാഷ്ട്രീയപരമായിട്ട് ഒരു കൂട്ടുത്തരവാദിത്വം മന്ത്രിസഭയ്ക്കില്ല, ഇടതു മുന്നണിക്കില്ല എന്ന പ്രചരണം ശക്തമാക്കാൻ പ്രതിപക്ഷത്തിനും BJPക്കും സാധിക്കുന്നു എന്നത് രാഷ്ട്രീയ വിജയമായി BJPയും പ്രതിപക്ഷവും കാണും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ CPIയുടെ ഓരോ നീക്കങ്ങളും CPIM വീക്ഷിക്കുകയാണ്. ഏത് തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം എന്ന് നോക്കിക്കാണുകയാണ്. നിലവിൽ MN സ്മാരകത്തിൽ ബിനോയ് വിശ്വമുണ്ട്, CPIM AKG സെന്ററിൽ മുഖ്യമന്ത്രിയുമുണ്ട്. ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച വരുന്ന മണിക്കൂറുകൾ ഉണ്ടാകുമോ എന്നതാണ് നമുക്ക് നോക്കി കാണേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.